യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. ഫെമിനിസ്റ്റുകൾക്ക് ടോണില്ല, എമ്പതി ഇല്ല, സിമ്പതി ഇല്ല, അവർ ഫീൽ ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ വാദം ശരിയല്ല. അവർ കൂടുതൽ ഫീൽ ചെയ്യുന്നതും കൂടുതൽ വേദനിക്കുന്നതും കൊണ്ടാണ് കൂടുതൽ ആങ്കർ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അവൾ കൊലയായി എന്തെല്ലാം ഇങ്ങനെ കുളിക്കാൻ ഇവർക്ക് ആരാ ഇവർക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ആൾ കണ്ടാൽ മനസ്സിലാവാൻ തട്ടുന്നുണ്ട്. ഷിംജിത മുസ്തഫ പേരെല്ലാവർക്കും പരിചിതമാണ്. റീച്ചിന് വേണ്ടി പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത നല്ല കുടുംബത്തിൽ ജനിച്ച മോളിന്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ചേർക്കണം അതൊക്കെ നിങ്ങൾ ചേർത്തോ. ഓക്കെ, അപ്പൊ അവളുടെ ജാമ്യാപേക്ഷ കോടതി അങ്ങ് തള്ളി. സന്തോഷം, തൃപ്തിയായി എനിക്ക്. കാരണം ആ ഒരു ന്യൂസ് കണ്ട എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. ചില ഫെമിനിസ്റ്റുകൾക്കും പിന്നെ ഷിംജിത തേങ്ങയാണ് മാങ്ങയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഒഴികെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ്. മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പ്രചാരണത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത്. വിവരം ആവശ്യമാണ്. കാരണം ഇവള് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇരുന്ന ആൾക്കാരെ സ്വാധീനിക്കാനും മൊഴി മാറ്റിക്കാനും ഒക്കെ ശ്രമിക്കും. അമ്മാതിരി കയ്യിലിരിക്കുന്നത്. റീച്ചിന് വേണ്ടി ഇത്രയും ചട്ടത്തരം കാണിക്കാമെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇതിന്റെ അപ്പുറത്ത് അവള് കാണിക്കും. സ്വാധീനം പിന്നെ കാണിക്കാതിരിക്കത്തില്ല. കൈ പൂത്ത കാശാണല്ലോ. കാരണം ദീപകിനെതിരെ ഇവളൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ബസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് FIR ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പം ദീപക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും ഒക്കെ സ്വാധീനിച്ച് പറയിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പുറത്തോട്ട് ഇറങ്ങാമെന്നുള്ളത് അവൾക്ക് അറിയാം. ഷിംജിതയുടെ സഹോദരൻ നൽകിയിട്ടുള്ള ഒരു പരാതിയുണ്ട്. ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നേരിട്ടു എന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ മേൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാലും ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല എന്നതാണ്. അവർ പക്ഷേ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ, ആ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ, അങ്ങനെ ആളുകളെ സ്വാധീനിക്കാനുള്ള, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് വിലയിരുത്തുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിക്ക് ജാമ്യം നൽകിയത് എന്ന് കോടതിയെ പോലീസ് റിപ്പോർട്ടായി അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ കേസ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് ആ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു യുവതിയുണ്ട്. അതായത് ആ യുവതിയോടാണ് ആദ്യം ദീപക് അധിക്ഷേപം കാണിച്ചത് എന്നായിരുന്നു ഈ പെൺകുട്ടി തന്റെ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നത്. അവർ ഈ കേസിന് വളരെ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അവരെ അടക്കം ഒരു പക്ഷേ ഈ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഈ പ്രതിക്കെതിരെ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള കസ്റ്റഡി അപേക്ഷ മെഡിക്കൽ കോളേജ് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം അതീവ രഹസ്യമായിട്ടായിരിക്കും തുടർ നടപടികൾ. നമുക്കറിയാം വലിയ ജനരോഷം പോലീസ് ഭയക്കുന്നുണ്ട്. ഈ പ്രതിയെ വടകരയിൽ നിന്ന് പിടികൂടിയ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുവരിക എന്ന് കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് എന്തായാലും നന്നായെന്നേ പറയാനുള്ളൂ. കാരണം പറയാൻ പറ്റത്തില്ലടേ, ഇവളുടെ സ്വഭാവമൊക്കെ വെച്ചിട്ട് ഇവള് സ്വാധീനിക്കാൻ മാത്രമല്ല, ചിലപ്പോ എത്തുന്ന ആൾക്കാർ അതിന് നിന്നില്ലെങ്കിൽ ചിലപ്പോ ഇവള് ഭീഷണി വരെ പെടുത്തും. ഹണി ട്രാപ്പിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ കൂടെ. ആരൊക്കെയോ പറ്റിച്ചിട്ട് ഇവള് കാശ് വേറെ മേടിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇവള് ഇതല്ല അതിന്റെ അപ്പുറത്ത് കാണിക്കും. ഈ ഷിംജിതക്കെതിരെ ഒരു ലേഡിയും കൂടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ഇവൾ ഈ വീഡിയോയിലൂടെ പ്രദർശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ആള് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമായി. ഇനിയും ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ കൊടുക്ക്. കുറച്ച് അകത്ത് കിടക്കട്ടെ, കുറച്ച് പഠിക്കട്ടെ എങ്ങനെയെങ്കിലും. ഈ ബസ് നടന്ന ഇൻസിഡന്റ് വെച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്ന ഒരു രീതി അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ഷിംജിത എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് ഒന്നും കേൾക്കാത്തൊരു ഒരു പ്രത്യേക നടപടി പോലെയാണ് തോന്നുന്നത്. അവൾ എന്തൊരു വീഡിയോ എടുത്തു, അതുപോലെ തന്നെ ഈ വീഡിയോ വിഷ്വല് കണ്ടിട്ട് എന്തുകൊണ്ട് അവർക്കത് മനസ്സിലാവുന്നില്ല, വൈറലാവാൻ ചെയ്തതാണ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, അല്ല മനഃപൂർവ്വം അയാളെ കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ ആത്മഹത്യ പ്രേരണ എന്ന രീതിയിൽ മാത്രം ഇങ്ങനെ കാണുന്നത് എന്താ? ഇത് സർവ്വസാധാരണമായിട്ട് ഇവിടെ നടക്കുന്ന സംഭവമാണല്ലോ ഈ വീഡിയോ എടുക്കും, പബ്ലിസിറ്റി കൊടുക്കും, പബ്ലിഷ് ചെയ്യലൊക്കെ. പിന്നെ ഇതിനു മുമ്പ് ആ പെൺകുട്ടി പറഞ്ഞതുപോലെ വേറൊരു പെൺകുട്ടിയുടെ ശരീരഭാഗത്തെ ഇയാൾ സ്പർശിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തോ ഡിസ്കംഫർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഈ ഷിംജിത വീഡിയോ എടുത്തതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ചോദ്യം പോലും ചോദിക്കാത്തത് എന്താണ് പോലീസ്? ഇവൾ വയറിലാവാൻ എടുത്തായിരുന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ത് തേങ്ങാക്കൊല അറിഞ്ഞിട്ടാ വന്നിരുന്ന് ചലക്കുന്നേ? നല്ല തേങ്ങാക്കൊല അറിയാവോ? അതിൽ ആ വീഡിയോ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്താ നടന്നേ, എന്താ വീഡിയോയിൽ ഉള്ളത് ഒന്നും കാണണ്ട. ഘോരഘോരമായിട്ട് അങ്ങ് പ്രസംഗിച്ചാ മതി. വന്നിട്ട് ബസ്സിലെ CCTV പുറത്തു വന്നത്, അതിലെ ജീവനക്കാർ ഇങ്ങനെ ഒരു സംഭവേ ഇവിടെ നടന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത് പറഞ്ഞതൊന്നും ജഗത്താൻ അറിഞ്ഞിട്ടില്ല. ജഗത്താൻ എന്തൊക്കെയോ വലിച്ചു കയറ്റിട്ട് എവിടെയൊക്കെ കടന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പൊട്ടി മുളച്ചേക്കുക.
ചെയ്തുകൊണ്ട് മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൈക്കാട്രിസ്റ്റിന്റെ റെക്കമെൻഡേഷൻ നമുക്ക് സൈക്കാട്രിസ്റ്റിന്റെ കമന്റ് നമുക്ക് കേൾക്കേണ്ടി വരും. ഇതുവരെ ഒരു മീഡിയയും ഒരിടത്തും ഒരു സൈക്കാട്രിസ്റ്റിന്റെ കമന്റ് ഞാൻ കേട്ടില്ല. ഒരു സൈക്കോളജിസ്റ്റിന്റെ കമന്റ് പറയാതെ നല്ലതാണ്. സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ വന്നിട്ട് കൺവിൻസ് ചെയ്യണമായിരിക്കും ചെകുത്താനെ. അന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ മാത്രമേ ചെകുത്താൻ ഇതൊക്കെ കൺവിൻസ് ആവത്തുള്ളൂ. അത് നിങ്ങളുടെ മെന്റലി എന്തോ ഇഷ്യൂവിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മെന്റലായിട്ട് എന്തോ ഉള്ള പ്രശ്നം ഉള്ളത് കൊണ്ടാണ് വല്ല സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ വന്ന് സംസാരിച്ചാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നുള്ളത് പറയാൻ തോന്നുന്നത്. മനസ്സിന് ഒട്ടും കട്ടിയില്ലാത്ത ഒരാളുടെ അടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഒരാളുടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്ക് അത് താങ്ങാൻ പറ്റണം എന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പം ചെകുത്താന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ ബസ്സിലൊക്കെ കയറിയിരുന്ന് പെൺകുട്ടികളെ ഇങ്ങനെ സ്പർശിക്കുന്നവരുടെയോ അല്ല അനുവാദമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നവരെയോ സാധനം എടുത്ത് കാണിക്കുന്നവരുടെയൊക്കെ കയ്യിലൊരു ബാഗ് സ്ഥിരം കാഴ്ചയാണ് ഈ ബാഗ്. ഈ മരിച്ചു അയാളുടെ ബാഗിനകത്ത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു. അയാളുടെ ബാഗിനുള്ളിൽ എന്താണ്, എന്തിനാണ് ഇയാൾ ഈ ബാഗ് കൊണ്ട് നടക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു സംഭവം വീഡിയോ എടുത്തു. ഇവിടെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നത് പോലെ തന്നെ മാത്രമേ ഷിംജിത ചെയ്തിട്ടുള്ളൂ. കൂടുതൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഷിംജിത ഇപ്പം ഡിവോഴ്സാ. ചെകുത്താൻ പോയി അവളെ കെട്ടി അങ്ങ് കൂടെ ഉറപ്പിച്ചോ? രണ്ടും കൂടെ ഒരു കൂട്ടത്തിൽ കെട്ടാൻ പറ്റും. അതുകൊണ്ടാ സെയിൽസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ബാഗിന്റെ അകത്ത് എന്തായിരിക്കും എന്നൊക്കെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. തന്നെ കണക്ക് ബോധമില്ലാത്ത ഓരോന്ന് വലിച്ചു നടക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയുള്ളൂ, അതിന്റെ അകത്ത് ആനമുട്ട പുഴുങ്ങി വെച്ചേക്കുമായിരുന്നു. ഷിംജിതയെ കൊലയാളി എന്ന് വിളിക്കുമ്പോ ഈ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് പൂർണ്ണ ബോധ്യം ഉള്ളപ്പോ അയാളും ആത്മഹത്യ സാധ്യതയില്ലേ? പോയി ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയേറെ ശിക്ഷിക്കപ്പെടുന്ന ഒരാളുടെ മനോവികാരം ആർക്കും മനസ്സിലാവത്തില്ല. എന്നാൽ ഈ പറയുന്ന ദീപക്ക് കുറ്റം ചെയ്തു അല്ലെ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തല്ലോ. അയാൾ പോലീസ് പിടിക്കും അല്ലെങ്കിൽ കേസ് ആയിട്ട് നടക്കേണ്ടി വരും, നാളെ വാർത്തയിൽ പെടും, എന്താ പറയുക സവാദിന് സംഭവിച്ചു എല്ലാം സംഭവിച്ചു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിട്ടല്ലേ അയാൾ ആത്മഹത്യ ചെയ്തത്. അപ്പൊ അതിനകത്ത് അയാളെ അങ്ങനെ പ്രേരിപ്പിച്ചത് ഷിംജിത മാത്രമല്ലല്ലോ, ഈ നിയമവ്യവസ്ഥയും അല്ലെങ്കിൽ ഈ സമൂഹം ഒന്നിച്ച് ഒരുപോലെ ഉത്തരവാദിത്തമില്ല ഇതിനകത്ത്. ഈ സവാദിനെ പോലുള്ള അല്ലപല്ലാദികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നം ആയിരിക്കത്തില്ല. പിന്നെ ഷിംജിത സൂയിസൈഡ് ആയതിരുന്ന കാര്യം നീ പറഞ്ഞത്, അതിന് അപാര തൊലിക്കെട്ടിയ ഈ മറ്റേ എന്തുവാ റബ്ബർ ഷീറ്റിന്റെ ഒക്കെ വെച്ചിട്ട് നടക്കുന്ന അതിന്റെ മുകളിൽ വേറെ ഒന്നും കൊണ്ടെങ്കിൽ അതിന്റെ തൊലിക്കട്ടിയാണ് ഷിംജിതയ്ക്ക്. അതുകൊണ്ട് ചെയ്തില്ല. വേറെ വല്ലവരും ആരുടെങ്കിൽ എപ്പോഴേ ചെയ്തേനെ. ഇതിന് അപാര തൊലിക്കെട്ടി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കോപ്പുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള അപാര തൊലിക്കെട്ടിയാണ് ആ പൂതനക്ക്. അവൾ കൊലയാളി എന്തെല്ലാം ഇങ്ങനെ വിളിക്കാൻ ഇവർക്കാരാ ഇവർക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ആദ്യം കണ്ടാൽ മനസ്സിലാവാൻ തട്ടുന്നുണ്ട്. യാതൊരു സംശയമില്ല. ഇന്നാ മുട്ടിക്കോ ഞാൻ മുട്ടാൻ നിൽക്കുവാ, എനിക്ക് മുട്ടാൻ ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞ് കേറി നിന്ന് കൊടുത്തതാരാ? നീ ആ ഷിംജിതനെ കൂടെ കെട്ടിക്കോടാ, അതാണ് നല്ലത്. നീ അവളെയും കെട്ടി കല്യാണം കഴിച്ച് അങ്ങ് ജീവിക്കേ. രണ്ടും കൂടെ ഒരു കൂട്ടത്തിൽ പെടും. എന്നിട്ട് ഓരോ ബസ്സിൽ ഓരോന്ന് കാണിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങ്. എന്നിട്ട് ന്യായീകരിച്ചാ മതി. പിന്നെ ശ്രീലക്ഷ്മി അറപ്പിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങ് നിർത്താം. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയില് ഈ ഫെമിനിസ്റ്റുകൾക്കെല്ലാം വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, ആരോടും എമ്പതി ഇല്ല, സിമ്പതി ഇല്ല എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ കുറെ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്. ഫെമിനിസം എന്താണെന്ന് അമ്മച്ചിക്ക് അറിയാവോ? ഇല്ലെങ്കിൽ അമ്മച്ചി ആദ്യം അത് പോയിട്ടൊന്ന് പഠിക്കണം. നിങ്ങളുടെ സോക്കോൾഡ് ഫെമിനിസം അല്ല, ഒറിജിനൽ ഫെമിനിസം. നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവുന്നതുകൊണ്ടും നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. പിന്നെ എല്ലാവരും പറയും നിങ്ങളുടെ ടോൺ ശരിയില്ലാന്ന്. ഇപ്പൊ നമ്മളുടെ ഒരാളുടെ ടോൺ എങ്ങനെയാ ഉണ്ടായി വരുന്നത്? ടോൺ എന്നൊക്കെ പറയുന്നത് മാറ്റിയിട്ട് പോയി സർജറി ചെയ്തിട്ട് മാറ്റിയിട്ട് ടോൺ മാറ്റിയിട്ട് ഇനി ചർച്ചയ്ക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ഈ ടോൺ ആയിരുന്നോ അമ്മച്ചി ആ ചർച്ചയിൽ വന്ന് സംസാരിച്ചപ്പോ ഉണ്ടായിരുന്നേ? എന്തൊക്കെയാണ് അവിടെ പറഞ്ഞതെന്ന് അറിയാവോ? ബോധമില്ലാതെ കുറെയാണ് ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇതും ഇതിന്റെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അവരുടെ പേര്? അയ്യോ മറന്നുപോയി. അവരുടെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. പിന്നീട് നമ്മൾ ആംഗ്രി ആവുന്നുണ്ട്. ഒരു വെറുതെ നിൽക്കുന്ന ഒരു പെണ്ണ് എന്തായാലും ആംഗ്രി ആവൂല. ആ പെണ്ണ് ആംഗ്രി ആവുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഓക്കെ, അത് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള റീസൺസ് ഇല്ലാതെ ആരും ആംഗ്രി ആവും. ദീപകിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം വരുന്ന എന്ത് തേങ്ങക്കൊലയാണ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്? നമ്മൾ ഒരു വിഷയത്തിൽ ആംഗ്രി ആയിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അത് അത്രമാത്രം സഹിച്ചിട്ടുണ്ട്, ക്ഷമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സഹിച്ചിട്ടുണ്ട് ചില സിറ്റുവേഷനിൽ. ദീപകിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ത് തേങ്ങാക്കൊലയാ സഹിച്ചത്? എനിക്ക് മനസ്സിലായിട്ടില്ല. എവിടെയോ നടന്നൊരു വിഷയം, അതിൽ നമ്മളൊക്കെ സംസാരിക്കുന്നത് അതിൽ അങ്ങനെ നിരപരാധിയാണ് എന്ന് കാണുവണ്ട. നിങ്ങൾ എന്താ ദീപകിന്റെ കാര്യത്തിൽ സഹിച്ചേ? മനസ്സിലായില്ല. അതുകൊണ്ടാണ് അപ്പം ആ ആങ്കർ എന്നത് ഒരു കോസിൽ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എല്ലാ ആങ്കറിനും ഒരു റീസൺ ഉണ്ട്. റീസൺ ഇല്ലാതെ ആങ്കർ ഉണ്ടാവത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക.
പിന്നീട് പറയുന്നതാണ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു വെച്ചാൽ നമ്മൾക്ക് സമാനമായ സിറ്റുവേഷൻസ് ഉണ്ടായത് കൊണ്ടും നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മളെ തന്നെ സങ്കല്പിക്കുന്നതുകൊണ്ടും ആണ് നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. വേറൊരാൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് ലോകത്തുള്ള എല്ലാ ആണുങ്ങളും അതുപോലെയാണ് എന്ന് വിചാരിക്കുന്നത് എവിടത്തെ മര്യാദയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഒരാളിൽ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നു, അപ്പൊ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേ സിറ്റുവേഷനിലാണ് നമ്മൾക്കാണ് ആ അനുഭവം വരുന്നതെന്ന് ഇമാജിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറെ പാസ്റ്റ് എക്സ്പീരിയൻസ് അതേപോലത്തെ ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് ഫെമിനിസ്റ്റുകൾക്ക് ടോൺ ഇല്ല, എമ്പതി ഇല്ല, സിമ്പതി ഇല്ല, അവർ ഫീൽ ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ പെരുമാറ്റം പോലെയാണ് ആൾക്കാർ കരുതുന്നത്. ആദ്യം നിങ്ങളുടെ പെരുമാറ്റ രീതി, നിങ്ങളുടെ സംസാര രീതിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ ആരും ഒന്നും വിചാരിക്കത്തില്ല. പിന്നെ ഫെമിനിസം എന്താണെന്ന് പോയി ഒന്ന് പഠിച്ചിട്ട് വരണം, നന്നായിരിക്കും. ശരിയെന്നാ.